ആ ഫംഗ്ഷൻ കഴിയുന്നതിന് മുമ്പ് തന്നെ ഇവർ വന്ന് കാറിനകത്ത് കയറി പോകാമെന്നും പറഞ്ഞു. ആറാട്ടുപുഴ പോകണ്ട. കയറിയപ്പോൾ ഒരു കാലിലോട്ട് വെച്ച് അടുത്ത കാലിൽ പാമ്പ് കടിച്ചു. കൂടെ ഉള്ള ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകള് കണ്ടുകൊണ്ട് ഉമ്മടെ കാലം കണ്ട് കടിച്ചാണ്ട് ആ സാധനം കൊണ്ട് എഴിഞ്ഞു പോകുന്നെന്ന് പറഞ്ഞു. അങ്ങനെ ഇവള് അന്നേരം തന്നെ ഹോസ്പിറ്റലിൽ അടുത്ത വണ്ടിക്ക് അങ്ങ് കൊണ്ടുപോകും. ഹോസ്പിറ്റലിൽ ചെന്നു BP ഇച്ചിരി കൂടി. കൃത്യസമയത്ത് പാമ്പാണ് കടിച്ചെന്ന് സ്ഥിരീകരിക്കാൻ പറ്റാത്തതുകൊണ്ട് ആന്റിബയോട്ടിക് എടുക്കാൻ കഴിഞ്ഞില്ല. അന്നേരം അത് കൊടുത്തില്ല. അന്നേരം ഒരു ടെസ്റ്റ് ചെയ്ത് എന്തോ കടിച്ചെന്ന് അറിഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്യാവുന്ന ഹോസ്പിറ്റലുകാർ പറഞ്ഞത്. അങ്ങനെ ആ സമയശാലം താമസിച്ചു. അപ്പോഴത്തേനും ഒരു ബാത്റൂമിൽ മൂത്രമൊഴിക്കാൻ പോയ ആള് ബാത്റൂമിൽ വീണ് 10 മിനിറ്റ് കിടന്നു. ബാത്റൂമിൽ തന്നെ കിടന്നു. എടുത്ത് പുറത്ത് കൊണ്ടുവരാൻ വയ്യാത്ത ഇടുങ്ങിയ ബാത്റൂമായിരുന്നു എല്ലാവരും കൂടെ. അത്രയ്ക്ക് ബുദ്ധിമുട്ടായിരുന്നു ആ ഹോസ്പിറ്റലിൽ ആ ബാത്റൂം. അവിടുന്ന് പുറത്ത് കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഡോക്ടർ പരിശോധിച്ച് പറഞ്ഞ് മരിച്ചുപോയ ആള്. ഇന്നലെ രാത്രി 7:12 ആ പേഷ്യന്റ് ആശുപത്രിയിൽ എത്തുന്നത്. ആ സമയത്ത് പേഷ്യന്റ് കോൺഷ്യസ് ആയിരുന്നു, ബോധം ഉണ്ടായിരുന്നു, നടന്നാണ് വന്നത്. എന്തോ കടിച്ചു എന്നുള്ളതാണ് നമ്മളോട് പറഞ്ഞ കഥ. സ്നേക്ക് ബൈറ്റ് എന്നുള്ള രീതിയിൽ അവർ വ്യക്തമായിട്ട് പറഞ്ഞില്ല, എന്തോ കടിച്ചു എന്നുള്ള രീതിയിൽ പറഞ്ഞു. നമ്മൾ അവിടെ നോക്കിയ സമയത്ത് വലതുവശത്ത് ആ കണങ്കാലിന്റെ ഭാഗത്ത് ആംഗിൾ സൈഡിലാണ് ഒരു ബൈറ്റ് മാർക്ക്, ഒരു മാർക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു പങ്ചർ കൊണ്ട് പോലെ, ഒരു ചെറിയ എന്തോ കുത്തിയത് പോലെയുള്ള അടയാളം മാത്രമേ അവിടെ ആ സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ. അവിടുന്ന് ചോര പൊടിയൊന്നും ഉണ്ടായിരുന്നില്ല, അവിടെ നീരൊന്നും ഉണ്ടായിരുന്നില്ല, അവിടെ ഈ പാമ്പ് കടിയുടേതായിട്ടുള്ള രോഗലക്ഷണങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല. പേഷ്യന്റ് ഫുള്ളി കോൺഷ്യസ് ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം അപ്പോൾ അതുകൊണ്ട് തന്നെ പക്ഷേ അവർക്ക് നല്ല ആൻസൈറ്റി ഉണ്ടായിരുന്നു, നല്ല ടെൻഷൻ അടിച്ചിട്ടാണ് അവർ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. വൈറ്റൽസ് എല്ലാം, അതായത് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഓക്കെ ആയിരുന്നത് കാരണം നിരീക്ഷണത്തിൽ വെച്ചു. പക്ഷേ പേഷ്യന്റ് ആൻസൈറ്റി കാരണം 7:12 പേഷ്യന്റ് വന്നു എന്ന് പറയുന്നു. ആ തൊട്ടടുത്ത സമയത്ത് തന്നെ ഈ ടെൻഷൻ കാരണം റഫറൻസ് പറഞ്ഞിരുന്നു. പക്ഷേ കൂടെ ഉണ്ടായിരുന്ന ബൈസ്റ്റാൻഡർ റഫറൻസിന് വില്ലിംഗ് ആയിരുന്നില്ല. അപ്പം നമ്മൾ ഇവിടെയുള്ള ബ്ലഡ് ടെസ്റ്റുകളെല്ലാം ചെയ്യാനുള്ള രീതിക്ക് അനുസരിച്ച് പറഞ്ഞു. അങ്ങനെ ബ്ലഡ് ടെസ്റ്റിന് റിസൾട്ട് വിട്ടു. അപ്പോൾ ഏകദേശം ഒരു 10-30 മിനിറ്റ് സമയം എടുക്കുമെന്ന് പറഞ്ഞു. ഓക്കെ, വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ആ രീതിക്ക് അനുസരിച്ച് ടെസ്റ്റുകളെല്ലാം വിട്ടു. പക്ഷേ ഏതാണ്ട് ഒരു 7:40 ആയപ്പോഴേക്കും പേഷ്യന്റ് ബാത്റൂമിൽ കയറി അവിടെ വെച്ചിട്ട് കുഴഞ്ഞു വീഴുകയായിരുന്നു. പിന്നീട് 7:40 ഡോക്ടർ അതിനുശേഷം വേറെ അല്ലാതെ അസോൾട്ട് കേസുകളുണ്ടായിരുന്നു, അതായത് മറ്റ് രോഗികളുണ്ടായിരുന്നു, ഈ അടിപിടി പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ രോഗികളെ കാണാനുള്ളത് കൊണ്ട് ഡോക്ടർ മറ്റു രോഗികളെ കാണാനായിട്ട് പോയി. പിന്നെ ഇവിടുന്ന് ഈ കുഴഞ്ഞു വീണു എന്നുള്ള രീതിക്കനുസരിച്ച് പറയുമ്പോഴാണ് തിരിച്ചു വരുന്നത്. ആ സമയത്തേക്ക് പക്ഷേ പറഞ്ഞിട്ട് പേഷ്യന്റ് ബാഡായി, വളരെ പെട്ടെന്ന് ബാഡാവുമായിരുന്നു. പിന്നെ 7:40 ഇങ്ങനെ മോശമാവുന്നു. ഏതാണ്ട് 8 മണി കഴിയുമ്പോഴത്തേക്കും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. ആ മരണം സ്ഥിരീകരിച്ച സമയത്ത് അടക്കം രോഗലക്ഷണങ്ങൾ ഇല്ലാത്തത് കൊണ്ടിട്ടാണ്, ന്യൂറോളജിക്കൽ സയൻസ് ഇല്ലാഞ്ഞത് കൊണ്ടിട്ടാണ്. ന്യൂറോളജിക്കൽ മാത്രമല്ല, ബ്ലീഡിംഗ്, പാണലി കടിക്കുകയാണെങ്കിൽ ബ്ലീഡിംഗ് ഉണ്ടാവണം, അങ്ങനെയുള്ള ലക്ഷണങ്ങളില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ടെസ്റ്റുകളിനകത്ത് പാണലി കടിച്ചതാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ അബ്നോർമൽ ആകണം, അങ്ങനെ അബ്നോർമൽ ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു തരത്തിലുള്ള പാമ്പ് വിഷബാധയുടെ രോഗലക്ഷണങ്ങൾ രോഗിക്ക് ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ട് രോഗി മരണപ്പെട്ടു എന്നുള്ളത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ സൈഡിൽ നിന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്നുള്ള നിലപാടിലാണ്. ഒരു പാമ്പ് കടിയേറ്റ ഒരാളിനെ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ട് ഒരു ആന്റിവനം കൊടുക്കാനുള്ള സംവിധാനം കായംകുളം താലൂക്ക് ആശുപത്രിയിലില്ല. ഞങ്ങൾ ഇന്നലെ രാത്രി ഒരാൾ പാമ്പ് കടിയേറ്റ് ഹോസ്പിറ്റലിൽ വന്ന് 1/2 മണിക്കൂറിനുള്ളിൽ ആൾ മരിക്കുക. ഒരു പ്രാഥമികമായ ചികിത്സ കൊടുക്കുന്നതിനുള്ള പിഴവാണ് പെട്ടെന്നുള്ള മരണം സംഭവിച്ചത്.